ഹേ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ബാക്ക് ടു ദി റീഡിങ്. സോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ഒരു സൈക്കിക് മെസ്സേജ് എന്ന് പറയുന്നത്, ലൈഫ് ഇസ് കോളിംഗ് യു ഫോർ എ റീസ്റ്റാർട്ട്. ജീവിതം നിങ്ങളെ പുതിയൊരു തുടക്കത്തിനായിട്ട് ക്ഷണിക്കുകയാണ്, പുതിയൊരു തുടക്കത്തിന് വേണ്ടി വിളിക്കുകയാണ്, ഉണർത്തുകയാണ്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ്. ഓൾറൈറ്റ്, സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ലൈഫ് നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, കൂടുതൽ ഒരു പുതിയൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡ് കൂടുതൽ റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കാണ് ലൈഫ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. നിങ്ങളായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ സമാധാനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ലൈക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. സോ ചില ആളുകൾ അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് നിങ്ങൾ മാറുന്നുണ്ടായിരിക്കണം, കുറച്ചുകൂടെ നിങ്ങൾക്ക് മൈൻഡൊക്കെ കാമാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനത്തെ ആളുകളുടെ കൂടെ, അങ്ങനത്തെ ഒരു നേച്ചറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക. അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് നിങ്ങളെ മാറ്റി വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും വളരെ കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ലൈഫ് നിങ്ങളെ അങ്ങനത്തെ ഒരു പ്ലേസിൽ കൊണ്ടുവെക്കുന്നുണ്ട്. നിങ്ങളായിട്ട് കണ്ടുപിടിക്കൊന്നുമല്ല. ഓക്കെ, സോ ഐ നോ ഓൾറെഡി നിങ്ങൾ ചില ആളുകളെങ്കിലും അങ്ങനത്തെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം ഈ സമയം പോകുന്നുണ്ടായിരിക്കാം. ഈവൻ നിങ്ങളുടെ ചുറ്റിലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊന്നിലും ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല എന്നുള്ളതും കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എത്ര ബഹളമുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ ബോധർ ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ളൊരു സമാധാനം, ഒരു ശാന്തത നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ ലൈഫ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാണ് ഒരു പുതിയൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് സമയമായിട്ട് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈഫ് നിങ്ങൾക്കായിട്ട് ചില കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ലൈഫ് എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്തൂസിയാസം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വരുത്തുന്ന ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈഫ് നിങ്ങൾക്ക് കൂടുതൽ ഹോപ്പ് തരാണ്. ഓക്കെ, ജീവിതം നിങ്ങളെ കൈവിട്ടു പോകുന്നില്ല. ഇത് നിങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രഗിളിലൂടെ പോകുന്ന ആളുകൾ, നിങ്ങൾക്കുള്ള മെസ്സേജ് ആണിത്. നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളെന്ന വ്യക്തി എത്രമാത്രം സേഫ് ആണ്, എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണ്, എത്രമാത്രം നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ മൈൻഡ് വളരെ റിലാക്സ് ആവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൈൻഡ് കൂടുതൽ ശാന്തമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ റിയാക്ട് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനോ ശ്രമിക്കാതിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് നിങ്ങളും കൂടുതൽ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ് എങ്ങനെയാണ് നിങ്ങളെ റീബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, മാനസികപരമായിട്ടും ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും എനർജറ്റിക്കലി ആണെന്നുണ്ടെങ്കിലും ശാരീരികപരമായിട്ടാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ചില സ്ട്രോങ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ചില ആളുകൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് എന്തൊക്കെയോ ഒരു കാര്യത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇന്നു മുതൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾ അതിന്റെ ഒരു പെർഫെക്റ്റ് മൊമെന്റ് നോക്കി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ അത് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കാണുന്നത് അന്ന് തന്നെ നിങ്ങൾ എന്താണോ ഇത്ര കാലമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, നിങ്ങളുടെ പ്ലാനിങ്ങിലുള്ള ഒരു കാര്യം അന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു നേച്ചർ എത്രമാത്രം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ എന്തിലാണ് എൻഗേജ്ഡ് ആവാൻ പോകുന്നത്, എന്ത് ഗോളിലാണോ നിങ്ങൾ എൻഗേജ്
എൻഗേജ്ഡ് ആവാൻ പോകുന്നത് അത് വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ കൺസിസ്റ്റൻസിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ഇനീഷ്യലി നിങ്ങൾക്ക് എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചില കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാം. ഓക്കെ, ലൈഫ് നിങ്ങൾക്ക് ആകെ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഹോപ്പാണ്. മേ ബി നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു വളരെ സമാധാനമായിട്ടുള്ള മനസ്സ് മാത്രമായിരിക്കാം ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ചില കാര്യത്തിലേക്കൊക്കെ പുറപ്പെടാനുള്ള. ഓക്കെ, സോ അത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഓക്കെ, നിങ്ങളുടെ മനസ്സെന്ന് തോന്നുന്ന ഒരു പ്രേരണ, നിങ്ങളുടെ മനസ്സെന്ന് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങള്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കണക്ട് ചെയ്യുന്ന ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾക്ക് തരുന്ന ചില മെസ്സേജ് ആണ്. ചില വാതിലുകളിൽ പോയി മുട്ടാൻ, ചില വാതിലുകൾ തുറക്കാൻ, ചില വാതിലുകൾ തുറന്ന് പുറത്തേക്ക് വരാൻ, ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സ്ട്രോങ് ഹാബിറ്റ് ആണ് ലൈഫ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ബേസ്, ഓൾറൈറ്റ്, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അടിമുടി നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചില പ്രവൃത്തിയിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇത്ര കാലമായിട്ട് ഇത്ര കൺസിസ്റ്റന്റോട് കൂടിയിട്ടോ ഇത്ര ഡെഡിക്കേറ്റ് ആയിട്ടോ ചില കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടാവില്ല. ഓൾറൈറ്റ്, അത് ഈവൻ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ പാഷനോ നിങ്ങളുടെ പേർപ്പസോ നിങ്ങളുടെ ജോബോ ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. സോ ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഹെൽത്തി ഹാബിറ്റ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില ഫീലിങ്സും ഇമോഷനും തന്നെയാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചില ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ കൂടെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് നിങ്ങൾ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പോലെയാണ്, നിങ്ങൾ പോലും അറിയാതെ. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചില ഡോറിന്ന് പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രക്ഷപ്പെടൽ പോലെ ഉണ്ടാവുന്നുണ്ട്. ജീവിതം നിങ്ങൾക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അതാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വാതില് നിങ്ങളുടെ മുന്നിൽ തുറന്നു തരാൻ പോവാണ് അത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം നിങ്ങളടുത്ത് പറയല്ല ഇവിടെ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, ഇതിലെ പുറത്തേക്ക് വന്നോ എന്നുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്ട്രഗിൾ ആണ്, നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഹോപ്പാണ് ലൈഫിനെ പറ്റി, നിങ്ങൾക്ക് കിട്ടുന്ന വളരെ ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, മനസ്സിന് കിട്ടുന്ന സമാധാനമാണ്, പുതിയ കാര്യത്തിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു ഇൻസ്പിറേഷനുമാണ്. അതുപോലെ ചില ആളുകൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടുന്ന ഒരു മെസ്സേജ് ആണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. ചില പ്ലേസിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില കാര്യത്തിന് വളരെ നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പോകുന്ന എന്തവസ്ഥയാണോ ഈ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ ലൈഫ് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അത്ര ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോകുന്നതല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം ലൈഫ് നിങ്ങൾ അത്രമേൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊന്ന് സറൗണ്ടിങ്ങിൽ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങള്, നിങ്ങൾക്ക് ഫേവർ ആയിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈവൻ നിങ്ങൾക്ക് ഫേവർ ആയിട്ട് ചില ആളുകളുടെ മാറ്റം ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ ചില കാര്യങ്ങളിലേക്ക് അന്വേഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരു സക്സസ് ആയിട്ട് തോന്നുന്നത് വരെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ബിൽഡ് ചെയ്യുന്നത് വരെ നിങ്ങൾ ചില കാര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, നമുക്കറിയാം ചില കാര്യങ്ങള് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു വീടിന്റെ ഫൗണ്ടേഷൻ വെക്കുന്നത് പോലെയാണ്. സോ ഒറ്റ ദിവസം കൊണ്ട് വെക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെ? നമ്മൾ അത് വെച്ച് അത് ഉറച്ചു വരാനുള്ള ഒരു ടൈം കൂടെ നമ്മൾ കൊടുക്കണം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ചില സിറ്റുവേഷനിൽ കൂടിയാണ് ഇതുപോലെ നിങ്ങൾ പോകാൻ പോകുന്നത്. കാരണം അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽസ്, നിങ്ങളുടെ ബോൺ ഒക്കെ വളരെ സ്ട്രെങ്തൻ ആവുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് വലിയൊരു ഉറപ്പ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് വളരെ ഇംപ്രൂവ് ആവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത്, അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് നിങ്ങളുടെ ഹെൽത്ത് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി, ശരീരം, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ലൈഫ് എത്രമാത്രം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡിവൈൻ്റെ എത്രമാത്രം സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എർത്ത്, ഭൂമി നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, നിങ്ങളുടെ ആ ഒരു എർത്ത് സൈൻ, ഇപ്പൊ നിങ്ങൾ ഏത് സോഡിയാക് സൈനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു എർത്ത് എലമെന്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് അതായത് ഒരു മണ്ണിൽ ചവിട്ടിയ ഒരു ഫീൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഒരു എക്സിസ്റ്റൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക ഈ ഭൂമിയിൽ. ഓക്കെ, നേച്ചർ നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അതായത് ഭൂമിയിലെ സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവർ ആയിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് വളരെ നല്ല രീതിയിൽ ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്കൊരു എക്സിസ്റ്റൻസ്, നിങ്ങൾ മാറ്റർ ആണ്, നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ തേടി പിടിച്ച് കണ്ടുപിടിക്കുക അങ്ങനെയൊന്നല്ല, ലൈഫിൽ നിങ്ങൾക്ക് വരികയാണ്, നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക, അത്രമാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചില മാറ്റത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില മാറ്റങ്ങൾ. അത് ഈവൻ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഫൈനാൻഷ്യലി ആണോന്നുണ്ടെങ്കിലോ പേഴ്സണൽ ലൈഫിലോ നിങ്ങൾ പോകുന്ന സ്ട്രഗിൾ, ചില ആളുകൾക്ക് നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതും ചില ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെ? സോ ഇറ്റ്സ് ഓക്കെ. സോ നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ മനസ്സിലാക്കി അതേ ഒരു പെയിൻ നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ, സോ ചില ഇമോഷൻസ്, ചില ചിന്തകൾ നിങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം എനർജി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ചില ആളുകൾ ചില വാതിലുകൾ പോയി തുറക്കേണ്ടതുണ്ട്. അതൊന്നുകിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നാണ് എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്, ലിറ്ററലി നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് എസ്കേപ്പ് ആവേണ്ടതായിട്ടുണ്ട്. പ്രോബ്ലം ആയിരിക്കാം, നിങ്ങളുടെ അഡിക്ഷൻ ആയിരിക്കാം, ആളുകളായിരിക്കാം, എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ അതിന് എങ്ങനെയെങ്കിലും പുറത്തേ വന്നേ പറ്റുള്ളൂ എന്ന് തോന്നുന്ന എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ലൈഫ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പ്ലേസിലേക്കാണ്. സോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇതുപോലെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോവുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്, നിങ്ങൾ സേഫ് ആയിട്ടാണ് പോകുന്നത്, നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഹോപ്പ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് റെസ്റ്റ് എവറിഥിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് ഫ്യൂ മോർ കാർഡ്സ്. റൈറ്റ്, സി ന്യൂ ബിഗിനിങ്. ഓൾറൈറ്റ്, എത്രമാത്രം കണക്റ്റഡ് ആണ് ഈ കാർഡ്സ് എന്നുള്ളത് നോക്കൂ. ജീവിതം നിങ്ങളൊരു പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ആൻഡ് സി, ഭൂമി നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു കാലുറപ്പ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓരോ സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ, സോ ചില കാര്യത്തില്, ചില ആളുകളുടെ ലൈഫിലായിരിക്കാം, ചില പ്ലേസിലായിരിക്കാം, നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഭൂമിയായിരിക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു നിലനിൽപ്പ്, നിങ്ങൾ ഉണ്ട്, നിങ്ങൾ മാറ്റർ ആണെന്ന് കാണിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സി, എർത്ത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ആവുന്നത് കൊണ്ട് തന്നെ യാത്രകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഭൂമിയിലെ പല പ്ലേസില്, അല്ലെങ്കിൽ പല കാണാത്ത, അതായത് എല്ലാവർക്കും കാണാൻ പറ്റാത്ത ചില പ്ലേസിലേക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ചില സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും സ്ഥലങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെ. ഓക്കെ, സോ അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നതായിക്കൊള്ളണമെന്നില്ല. സോ ഈവൻ ലൈക്ക് അത് നിങ്ങളുടെ വിഷ്വൽ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന വിഷ്വൽ കൂടി ആണെന്നുണ്ടെങ്കിൽ പോലും ഭൂമിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഭൂമിയിൽ കണക്ട് ചെയ്യുന്ന, അത് ഈവൻ സയൻസ് ആണെന്നുണ്ടെങ്കിലും എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുന്ന ഇൻഫർമേഷൻ ആയിരിക്കാം, ഓർ നിങ്ങൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുള്ള പെർമിഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പുതിയ നോളേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് പുതിയ നോളേജിനെ പറ്റിയിട്ട്, അതായത് നിങ്ങളും അതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് വേറെ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഭാഗമാവാൻ തോന്നും, അല്ലെ? സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് സംസാരിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അവിടെ നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം ചില കാര്യങ്ങൾ കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് എത്രമാത്രം ഒരു അറിവ് അല്ലെങ്കിൽ ഒരു വിസ്റ്റം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ റിച്ച് ആയിട്ട് തോന്നുന്ന ഒരു അനുഭവമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് തരുന്നുണ്ട്. സോ ചില ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻ, ചില
ചില വിഷ്വൽസ് നിങ്ങൾക്ക് തരുന്ന ചില കാര്യങ്ങള്, കാഴ്ചകള്, നിങ്ങൾ ചെന്നെത്തുന്ന പ്ലേസ്, ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഒരു ഹോപ്പും അതുപോലെ നിങ്ങളുടെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയും ആണ്. ഓക്കെ, സോ അത് തന്നെയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. വേറെ ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഇല്ല തോന്നുകയാണെന്നുണ്ടെങ്കിലും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പവറിന്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെന്നിരിക്കുന്ന പ്ലേസിൽ, അല്ലെങ്കിൽ സമാധാനമായിട്ടുള്ള ചില പ്ലേസിൽ പോകുന്ന സമയത്ത് നമുക്ക് വളരെ ഒരു സമാധാനമാണ് അല്ലെ. ചില അമ്പലത്തിൽ പോയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില മലമുകളിൽ പോയിരിക്കുന്ന സമയത്ത്, ആൽമരത്തിന്റെ തണലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം എനർജിയാണ് അവിടെ നിന്ന് ഉണ്ടാവുക അല്ലെ. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നെത്തുന്നതായിരിക്കാം, അങ്ങനത്തെ ഒരു കാമായിട്ടുള്ള പ്ലേസിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചെന്നെത്തുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാതെ വെറുതെ സംഭവിക്കുന്ന കാര്യമല്ല. ഓക്കെ, നിങ്ങളെ അങ്ങനെ കണക്റ്റഡ് ആവുകയാണ്, നിങ്ങൾ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെയും അതിന്റെ ഭാഗമാക്കാണ്. ഓക്കെ, ആ ഒരു എനർജിയുടെ ഭാഗമാക്കാൻ ക്ഷണിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഒരു പ്ലേസിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുക, അത് ഈവൻ ലൈക്ക് ഒരു സ്ഥലത്തേക്ക് നമ്മൾ അറിയാണ്ട് ചെന്നെത്തുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു സ്പെഷ്യൽ എനർജി നമ്മളെ വിളിക്കുകയാണ് ആ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നിങ്ങളെ വിളിക്കുകയാണ്. ചില സ്ഥലമുണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ളതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കണക്ട് ചെയ്യുന്ന ചില പ്ലേസ് ആയിരിക്കാം അല്ലെ. അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുക, അവിടെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുക, അവിടുത്തെ ആ ഒരു പ്ലേസിന്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് വലിയൊരു ക്ഷണമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓൾറൈറ്റ്. സോ ഇത് എത്രമാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.